മിനിമം എക്സ്പ്ലെയിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 2, 1 ആൻഡ് 8, 9 ഈസ് എ പോയിൻ്റ് ഓൺ ഇറ്റ്. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഈ 2, 1 എന്നുള്ള സെൻറ്റർ, O എന്നുള്ള സെൻറ്ററായിട്ട് മാർക്ക് ചെയ്തു. 2, 1 ഒരു പോയിൻ്റ് A 8, 9 എന്ന് കൊടുത്തു. അപ്പോൾ ഇവ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഞാനിവിടെ ഈ പോയിൻ്റ് 8, 9 എന്നുള്ള ഇത് x1 y1 ആയിട്ട് കൊടുത്തു, ഇത് x2 y2 ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 minus 1 the whole square. 8 minus 2 equal to 6 square plus 8 square. Root of 6 square 36, 8 square 64. ഇപ്പോൾ ആഡ് ചെയ്യുമ്പം റൂട്ട് ഓഫ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 യൂണിറ്റ്. ഇപ്പോൾ റേഡിയസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. പിന്നെ സെക്കൻഡ് പോർഷൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിൾ, ഈ വൃത്തത്തിൻ്റെ ഇക്വേഷൻ, സമവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് XY ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടായിരുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അപ്പം 2ഉം 1ഉം എക്സും വൈയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഈക്വൽ ടു x മൈനസ് A ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് B ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ. എയും ബിയും എന്നുള്ളത് സെൻറ്ററാണ്, R എന്നുള്ളത് റേഡിയസ്. AB ഞാനിവിടെ AB എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ സെൻറ്ററാണ്. അല്ലെങ്കിൽ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരു പോയിൻ്റ് XY ആയിട്ട് എടുക്കുക, മറ്റേ പോയിൻ്റ് എൻ്റെ സെൻറ്ററായിട്ടും എടുത്ത് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കിട്ടും. ഇവിടെ A ഈക്വൽ ടു 2, B ഈക്വൽ ടു 1, റേഡിയസ് ഈക്വൽ ടു 10. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദിസ് സർക്കിൾ. ഈ വൃത്തത്തിൻ്റെ സമവാക്യമാണ് ഇത്. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ. In the picture, ABCD is a rectangle with the sides parallel to the axis. Write the coordinates of the vertices B and D. Calculate the length of AB. Calculate the length of AC. ABCD എന്നുള്ള റെക്റ്റാങ്കിൾ ആണ്. ഇത് AB എന്നുള്ളത് x ആക്സിസിന് പാരലൽ, അതേപോലെ CD-യും x ആക്സിസിന് പാരലൽ, AD-യും BC-യും y ആക്സിസിന് പാരലലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ സിയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടി 10 എന്ന്. അതേപോലെ എയുടെയും ബിയുടെയും വൈ കോർഡിനേറ്റും സെയിം ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 10, 5. അതേപോലെ ഡി എന്നുള്ളതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്നുള്ളത് 2, വൈ കോർഡിനേറ്റ് എന്നുള്ളത് 11. അപ്പോൾ ഡിയുടെ വൈ കോർഡിനേറ്റ്സ് കിട്ടി 2, 11. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ ബിയുടെ ലെങ്ത്. അത് എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഈ ലൈനിലുള്ള ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മോഡുലസ് 10 മൈനസ് 2. ബി എന്നുള്ളത് നമുക്ക് 10, 5 ആണ് കിട്ടിയത്. ഇത് 2, 5. ഇപ്പോൾ 2, 5ഉം 10, 5ഉം തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. വൈ കോർഡിനേറ്റ് സെയിം ആണ്. എക്സ് കോർഡിനേറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ 2, ഇവിടെ 10. ഇപ്പോൾ 2ൽ നിന്ന് 10 വരെ വരാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8. Therefore AB equal to 8 യൂണിറ്റ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AC. ഈ ഡയഗണലിൻ്റെ ലെങ്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആ ലെങ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞായിരുന്നു. ലെങ്ത് കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ.
ഇത് ഞാൻ x1 y1 ആയിട്ട് എടുത്തു, ഇത് x2 y2 ആയിട്ട് എടുത്തു. അപ്പോൾ √10 - 2 the whole square plus 11 - 5 the whole square. 10 - 2 equal to 8, 8 square plus 11 - 5 equal to 6, 6 square. √64 plus 36 equal to √100, that is equal to 10 unit. ഓക്കെ, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 16th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ABCD എന്നുള്ളൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ എയുടെയും ബിയുടെയും ഡിയുടെയും വെർട്ടീസസ് അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എ എന്നുള്ളത് 1 2, ബി എന്നുള്ളത് 5 3, ഡി എന്നുള്ളത് 4 6. സി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡ് ചെയ്യാൻ എളുപ്പം ഒരു വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. തന്നിട്ടുള്ള ഓപ്പോസിറ്റായിട്ട് ഈ രണ്ട് വെർട്ടീസസിൻ്റെയും കോർഡിനേറ്റ് തന്നിട്ടുള്ള അത് രണ്ടും കൂടെ എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ 5ഉം 4ഉം കൂടെ ആഡ് ചെയ്തു. അതിൽ നിന്ന് ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഈ എയുടെ എക്സ് കോർഡിനേറ്റ് കുറയ്ക്കുക. 5 + 4 - 1 ഈക്വൽ ടു 8. അതേപോലെ വൈ കോർഡിനേറ്റ് ഇത് രണ്ടും കൂടെ കൂട്ടുക. 6ഉം 3ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ 2 സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പം കോർഡിനേറ്റ് കിട്ടും 8 7 എന്ന്. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് 8 7. സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ഡയഗണൽ AC. സിയുടെ സ്ലോപ്പ് കാണാൻ A1 2 ആണ്, സിയുടേത് കോർഡിനേറ്റ് 8 7. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല ഡിഫറൻസ് ഓഫ് വൈ കോർഡിനേറ്റ് ബൈ ഡിഫറൻസ് ഓഫ് എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് വൈ കോർഡിനേറ്റ് 7 - 2 ബൈ 8 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/7. അപ്പോൾ സ്ലോപ്പ് ഓഫ് AC യുടെ ചരിവ് എന്നുള്ളത് നമുക്ക് കിട്ടി 5/7. അതിൻ്റെ അടുത്ത പാർട്ടെന്ന് പറയുന്നത് ഡസ് ദിസ് ലൈൻ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ A and C. അതിൻ്റെ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എയുടെയും സിയിൽ കൂടെയും പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത്. സിയുടെ സ്ലോപ്പ് നമുക്കറിയാം 5/7 എന്ന്. അതിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത്. AC എന്നുള്ള ഡയഗണലിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് XY ആയിട്ട് എടുത്തു. അപ്പോൾ XYയും ഏതെങ്കിലും എയോ സിയോ വെർട്ടെക്സിലെ ഏതെങ്കിലും ഒരു വെർട്ടെക്സും കൂടെ എടുത്ത് അതിൻ്റെ സ്ലോപ്പ് കാണണം. അപ്പോൾ A1 2 എന്നുള്ളതും XYയും കൂടെ ഉള്ളതിൻ്റെയും വെച്ച് സ്ലോപ്പ് കാണുന്നു. അപ്പം y - 2 by x - 1. But it is already given that the slope of AC equal to 5/7. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ACയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 5/7. പക്ഷേ XY എന്നുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് കിട്ടിയത് y - 2 by x - 1. ഇതിനും കൂടി ഇക്വേറ്റ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 × x - 1 ഈക്വൽ ടു y - 2 × 7. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 5 × x 5x മൈനസ് 5 × 1 5 ഈക്വൽ ടു 7 × y മൈനസ് 7 × 2. 7 × 2 ഈക്വൽ ടു 14. എക്സ് കോർഡിനേറ്റ് 5x മൈനസ് ഇതെല്ലാം കൂടെ ട്രാൻസ്പോസ് ചെയ്ത് എല്ലാം ഒരു വശത്ത് കൊണ്ടുവന്നു. അപ്പോൾ 5x മൈനസ് 7y മൈനസ് 5 പ്ലസ് 14 മൈനസ് 5 പ്ലസ് 14 ഈക്വൽ ടു +9. ഇപ്പോൾ 5x മൈനസ് 7y പ്ലസ് 9 ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് ലൈൻ AC. ഇതിൻ്റെ ഫോർത്ത് പാർട്ട് നോക്കിക്കേ. ഡസ് ദിസ് ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ. ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുമോ? ഒറിജിൻ നമുക്കറിയാം 0 0 ആണ്. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിനകത്തെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 വൈ കോർഡിനേറ്റ് 0, രണ്ട് സൂചക സംഖ്യ 0 0 ആണ്. അപ്പോൾ ആ ഇക്വേഷനകത്ത് എക്സിൻ്റെ അവിടെ 0 ഇടുക, വൈയുടെ അവിടെ 0 ഇടുക. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക, കിട്ടത്തില്ല. ഇവിടെ 9 വരും, ഇത് രണ്ട് 0 ആയിപ്പോൾ ഇവിടെ 0യുമാണ്. 9 ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അല്ലാന്ന് കിട്ടി. അടുത്ത മെത്തേഡാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ 0 0 ഒറിജിനും ഇതിലെ എയുടെ എയോ സിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർട്ടെക്സുമായിട്ടുള്ള സ്ലോപ്പ് നോക്കുക. ഇപ്പോൾ ഞാൻ 0 0യും 1 2യും കൂടെ വെച്ചുള്ള സ്ലോപ്പ് നോക്കിയപ്പം 2/1 കിട്ടി. ഇവിടെ സ്ലോപ്പ് കിട്ടിയ 2, പക്ഷേ അതിൻ്റെ ശരിക്കുള്ള സ്ലോപ്പ് 5/7 ആണ്. അപ്പോൾ ഇത് രണ്ടും മാച്ച് ആകുന്നില്ല.
അതുകൊണ്ട് ദിസ് ലൈൻ ഡിസിൻറ്റ് പാസ് ത്രൂ ദ ഒറിജിൻ. ഇതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 17th question. One of the perpendicular sides of a right triangle is 6 centimeters longer than the other and the area of the triangle is 56 square centimeters. റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് ചെറിയ സൈഡിനേക്കാൾ 6 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് x+6. ഏരിയ 56 എന്ന് തന്നിട്ടുമുണ്ട്. ഏരിയ ഈക്വൽ ടു ½ BH. ഇവിടെ ബേസ് എക്സും ഹൈറ്റ് x+6 ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ½ × x × x+6 എന്ന് കിട്ടും. x × x എന്ന് പറഞ്ഞാൽ x², x × 6 6x, ½ x² + 6x = 56. x² + 6x എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഡിവിഷനാണ്. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഇൻറ്റു ആകും. 2 × 56 = 112. ദാറ്റ് ഈസ് x² + 6x = 112. That is the first answer. Write these information as a second degree equation. അതാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കിട്ടി. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ച് ചെയ്യാം, അതാണ് ഈസി. നമുക്കറിയാം a+b² = a² + 2ab + b². ഇവിടെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. 2 ഇൻറ്റു ഏത് നമ്പറാണെന്ന് നോക്കുക, 6 കിട്ടുക. അപ്പോൾ 2 × 3 × x. അപ്പോൾ നമുക്ക് തേർഡ് ടേം ഇവിടെ ആഡ് ചെയ്യേണ്ടത് 2 × 3 അല്ലേ വരുന്നത്, അപ്പം 3². വശത്ത് മാത്രം നമുക്ക് ആഡ് ചെയ്താൽ അതിന് വാല്യൂ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് രണ്ട് സൈഡിലും 3² ആഡ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടും x+3² = 121. Taking square root on both sides, we get x+3 = 121ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ±11. ദാറ്റ് ഈസ് x = 3 ഇപ്പുറത്തുമ്പോൾ നെഗറ്റീവ്. അപ്പോൾ 11 - 3 -11 - 3 ആൻസർ 8ഉം -14ഉം കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് ട്രയാങ്കിളിൻ്റെ സൈഡ്സാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ എടുത്തേച്ചാൽ മതി. ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ് 8 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 18th question. Consider the arithmetic sequences given below. Sequence 1 5, 8, 11 etc. Sequence 2 4, 7, 10 etc. What is the remainder on dividing each term of the first sequence by 3? ആ ഫസ്റ്റ് സീക്വൻസ് 5, 8, 11 അതിനെ എല്ലാം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 2. ഈ സെക്കൻഡ് സീക്വൻസിനെ എല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് റിമൈൻഡർ 1. പിന്നെ പറഞ്ഞിരിക്കുന്നത് prove that the square of each term of the first sequence is a term of the second sequence. ഫസ്റ്റ് സീക്വൻസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന സെക്കൻഡ് സീക്വൻസിലുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്ത് ടേം ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ്, ദാറ്റ് ഈസ് എക്സൻ ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ്. അത് കാണാനുള്ള വാക്യമാണ്. ഫോമുലയാണ് dn + f - d. dn എന്നുള്ള കോമൺ ഡിഫറൻസ് 3, ഫസ്റ്റ് ടേം 5 ഇട്ട് കൊടുക്കുമ്പം 5 - 3 എന്നുള്ള 2 കിട്ടും. 3n + 2. ഇതിൻ്റെ സ്ക്വയർ എടുക്കും. സ്ക്വയർ എടുക്കുമ്പം ഈ 3n + 2 എന്നുള്ളതിൻ്റെ ഈ ടേമിൻ്റെ സ്ക്വയർ എടുത്തു. a+b² അറിയാം. a² + 2ab + b². a എന്നുള്ള 3n, 3nൻ്റെ സ്ക്വയർ 9n² + 2 × 3n × 2 ദാറ്റ് ഈസ് 12n + b² 2² 4. ഇതിനെ നമുക്ക് 3യുടെ ഒക്കെ ഒരു മൾട്ടിപ്പിളായിട്ട് എഴുതേണ്ടതുകൊണ്ട് ഇനി 4ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 3 + 1 എന്നാക്കി. അപ്പോൾ ഇതല്ല, ഈ 3 ടേമും 3യുടെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റും, +1. അപ്പം 3 × ഇവിടെ ഒരു 3n² + 4n + 1 എന്ന് കിട്ടി, +1. അപ്പോൾ സെക്കൻഡ് സീക്വൻസിൻ്റെ എന്ത് ടേം എന്ന് പറയാൻ 3n + 1 ആണ്. ആ ഫോമിൽ തന്നെയാണ് നമുക്ക് ഈ ഫസ്റ്റ് സീക്വൻസിൻ്റെ സ്ക്വയർ എടുത്തപ്പോഴും കിട്ടിയത്. Therefore, square of each term of the first sequence is a term of the second sequence. ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സെക്കൻഡ് സീക്വൻസിൻ്റെ ഫോം എന്ത് ടേം പോലെ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് സീക്വൻസിൻ്റെ സ്ക്വയർ സെക്കൻഡ് സീക്വൻസിലുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. Nineteenth question. The sum of the first n terms of an arithmetic sequence is
2n square plus 3n. What is the sum of the first 5 terms? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 2n സ്ക്വയർ പ്ലസ് 3n. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 5 ടേംസിൻ്റെ സം കാണാൻ 5 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിട്ടുണ്ട് ഇവിടെ n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 2n സ്ക്വയർ പ്ലസ് 3n. 5 ടേംസിൻ്റെ സം കാണാൻ എന്നിൻ്റെ അവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. S5 ഈക്വൽ ടു 2 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 5. 2 ഇൻറ്റു 5 സ്ക്വയർ ഈക്വൽ ടു 25. 2 ഇൻറ്റു 25 പ്ലസ് 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 50. ദാറ്റ് ഈസ് ഈക്വൽ ടു 65. സെക്കൻഡ് പാർട്ട്, ഹൗ മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 324. ഫസ്റ്റ് മുതലുള്ള എത്ര ടേംസ് ആഡ് ചെയ്താലാണ് നമ്മൾക്ക് 324 കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സം 324 വരണം. ഫസ്റ്റ് ടേംസ് മുതലുള്ളതിൻ്റെ സം തന്നിട്ടുണ്ട് 2n സ്ക്വയർ പ്ലസ് 3n. അപ്പം 2n സ്ക്വയർ പ്ലസ് 3n ഈക്വൽ ടു 324. 324നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് 2n സ്ക്വയർ പ്ലസ് 3n മൈനസ് 324 ഈക്വൽ ടു 0. നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഡിഗ്രി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അപ്പോൾ a ഈക്വൽ ടു 2, n സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റ് a ഈക്വൽ ടു 2, എന്നിൻ്റെ കോയഫിഷ്യൻറ്റ് 3, b ഈക്വൽ ടു 3, കോൺസ്റ്റൻറ്റ് ടേം c ഈക്വൽ ടു നെഗറ്റീവ് 324. b സ്ക്വയർ മൈനസ് 4ac. അപ്പം ബിയുടെ അവിടെ 3. അപ്പോൾ 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a2, c എന്നുള്ള നെഗറ്റീവ് 324. 3 സ്ക്വയർ 9. ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് പ്ലസ് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2592 കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 2601. എക്സ് കാണാനുള്ള ഫോർമുലയാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. വാല്യൂസ് എല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ബി 3a നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac 2601 ബൈ 2a, a എന്നുള്ള 2. ഇപ്പം നെഗറ്റീവ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2601, 2601 എന്നുള്ളതിൻ്റെ സ്ക്വയർ റൂട്ട് 51 ബൈ 4. ഇപ്പം നെഗറ്റീവ് 3 പ്ലസ് 51 ബൈ 4ഉം നെഗറ്റീവ് 3 മൈനസ് 51 ബൈ 4ഉം. നെഗറ്റീവ് 3 പ്ലസ് 51 എന്ന് പറഞ്ഞാൽ 48 ബൈ 4ഉം നെഗറ്റീവ് 54 ബൈ 4ഉം. 48 ബൈ 4 എന്ന് പറഞ്ഞാൽ 12. ഇതെന്നുള്ള ഒരു നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നത്. അത് എടുക്കേണ്ട കാര്യമില്ല. ഹൗ മെനി ടേംസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വാല്യൂസ് മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ വി മസ്റ്റ് ആഡ് 12 ടേംസ് ടു ഗെറ്റ് ദ സം 324. ഓക്കെ, മനസ്സിലായല്ലോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.